ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. വളരെ എളുപ്പത്തിലും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അടിപൊളി ഒരു പുഡിങ്ങാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി ഒരു 10-15-20 മിനിറ്റ് കൊണ്ട് പുഡിങ് റെഡിയാവും. പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് ഒരു വലിയ സ്പൂണാട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ നിങ്ങളൊരു 4 ടേബിൾ സ്പൂണോളം എടുത്തോളൂ. 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒന്ന് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നിട്ട് ഒരു നിറം മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ പഞ്ചസാരൻ്റെ സൈഡൊക്കെ നല്ല ബ്രൗൺ നിറത്തിൽ ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ആവുന്നത് കാണാം. അപ്പോൾ അത് കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, പിന്നെ കരിഞ്ഞ ആ ടേസ്റ്റ് വരും. അപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ബട്ടർ ഒന്ന് ആ ഒരു പാത്രത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ആവത്തക്ക വിധത്തിൽ ഒന്ന് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ പാത്രം ഒന്ന് ചെരിച്ചിട്ടോ അതൊന്ന് എല്ലാ ഭാഗത്തേക്ക് ആകത്തക്ക വിധത്തിൽ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രം സൈഡിലേക്ക് വെച്ചിട്ട് നമുക്കതിൻ്റെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ആവശ്യമുള്ളത് നമുക്ക് ബ്രെഡാണ് കേട്ടോ. ബ്രെഡ് ഒരു 5 പീസ് ബ്രെഡ് മതി. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആ സൈഡ് ഭാഗം ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. നല്ല വൈറ്റ് കളറിലൊക്കെ വേണമെന്നുള്ളവർക്ക് അത് വേണമെങ്കിൽ ഒഴിവാക്കിയിടാം. പക്ഷേ ഞാനിപ്പോൾ ഇതൊന്നും ഒഴിവാക്കിയിട്ടില്ല. ജസ്റ്റ് ഒന്നും മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള 2 കോഴിമുട്ടയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കേണ്ടവർക്ക് ഇതിൻ്റെ ഇരട്ടി എടുക്കാം. ഇത് അത്യാവശ്യം ഒരു 7 പീസ് മാക്സിമം ഒരു 7 പീസൊക്കെ കിട്ടും. അതിൽ 2 കോഴിമുട്ടയും കൂടി ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം വേണം. ഈ പുഡിങ് കുറച്ച് മധുരം തന്നെ വേണം. ഒരുപാട് മധുരം ആയിക്കഴിഞ്ഞാൽ അത് കഴിക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ. അപ്പോൾ അത്യാവശ്യം മാത്രം മധുരം ഇട്ടാൽ മതി. ഞാനിവിടെ വളരെ കുറച്ച് മധുരം, അത്യാവശ്യം മധുരം തന്നെ ഇട്ടിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂണിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം ഇടാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് പാലാണ് ഇവിടെ ഒഴിക്കുന്നത്. 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു 2 സെക്കൻഡ് ഒന്ന് കുതിർക്കാൻ വെക്കണം. അത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒത്തിരി നേരം ഒന്ന് 2 സെക്കൻഡ് ഒന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് കുതിർന്ന് വരട്ടെ. അല്ലെങ്കിൽ നമുക്ക് അത് അരിച്ചെടുക്കേണ്ട വരും. അപ്പോൾ ഇത് ഇപ്പോൾ ഞാൻ അരിച്ചെടുക്കാത്ത വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഈ മുട്ടേൻ്റെ സ്മെല്ലൊക്കെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി, ടേസ്റ്റ് വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 2-3 ഏലക്കായ ഒന്ന് കുത്തി ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ടാലും മതി. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇതിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവുകയാണേ. തരികളൊന്നും ഇല്ലാണ്ട് തന്നെ അടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലവർ അരിച്ചെടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ചില ഇതിലൊക്കെ അരിച്ചെടുക്കുന്നത്, പക്ഷേ ഇതിൻ്റെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് കുതിർത്ത് വെച്ചതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഒരു 15 മിനിറ്റോളം ആവിക്ക് വെക്കേണ്ട ഒരു ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്നതോ കുട്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ എടുക്കാം. അപ്പോൾ ഞാനിത് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിനെ ഒരു അടപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ആവിക്ക് വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണോ കിട്ടണോ പുഡിങ്, ആ ഷേപ്പിൽ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ സാധാരണ ടിഫിൻ പാത്രത്തിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ആവി ഒന്ന് നോക്കാം. ആവി വെച്ചിട്ട് ഒന്ന് വെന്തോ ഒന്ന് നോക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. എന്നിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ കത്തീൻ്റെ അറ്റം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ ഇത് വെന്തോ നോക്കാം. അപ്പോൾ ഞാനൊരു ചെറിയൊരു കോല് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നടുഭാഗം മാത്രം ഇത്തിരിയും കൂടി വേവാനുണ്ട്. നമ്മൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കുറച്ചും കൂടി വേവാനിടാം, നടുഭാഗം മാത്രം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഞാൻ ആവിക്ക് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. ആ മുട്ടേൻ്റെ ടേസ്റ്റൊന്നും, ആ പച്ച മുട്ടേൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കും ആ മുട്ടേൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന്. അതൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റാണ് ഇതിലുണ്ടാവുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മൾ
ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ആവിയിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ പാത്രം പുറത്തേക്ക് വെച്ച് നന്നായി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഒരു നല്ല തണുപ്പ് കിട്ടുന്നവരെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഫ്രീസറിലേക്ക് വെക്കരുത്, താഴെ ഭാഗത്ത് വെക്കുക. പക്ഷേ പെട്ടെന്ന് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക കേട്ടോ. കൂടുതൽ സമയം ഫ്രീസറിൽ വെച്ചാൽ ഇത് ഐസിൻ്റെ ആ ഒരു ഇത് വന്നാൽ നമുക്ക് പുഡിങ് റെഡി ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് താഴെ ഭാഗത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് സൈഡൊന്ന് ഇതുപോലെ കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് എടുത്ത് നോക്കാം. അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. കാരണം ഒരു ലെയർ വൈറ്റും ഒരു ലെയർ ബ്രൗണും ആയിട്ട് നല്ല ഭംഗിയാണ്. പിന്നെ പഞ്ചസാരേൻ്റെ ആ ഒരു പാവ് മുകളിലേക്ക് ഒഴിച്ചുകൊണ്ട് നല്ല കളറുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. സോഫ്റ്റായിട്ടുള്ള പുഡിങ്ങാണ് ഇത്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റായിട്ടുള്ള തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഒരു പീസ് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾക്ക് കാണുന്നതിന് എത്ര സോഫ്റ്റായിട്ടുണ്ടാവുമെന്ന്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുമാണ്, വളരെ ഇഷ്ടപ്പെടും. നല്ല ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണിത്. അതുപോലെ പെട്ടെന്ന് നമുക്ക് പുഡിങ് വേണമെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാനുള്ള ആ ടൈമും എളുപ്പത്തിൽ കഴിയും. നമുക്കിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. നല്ല സ്മെല്ലാണ്, വാനില എസൻസിൻ്റെ ആ സ്മെല്ലാണ് വരുന്നത്, അല്ല മുട്ടേൻ്റെ സ്മെല്ലൊന്നും വരുന്നില്ല. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതുപോലെ കണ്ട എന്ത് സോഫ്റ്റ് ആയിട്ടുള്ളതാണ് പുഡിങ്. കണ്ടോ അടിപൊളിയായിട്ട് നല്ല അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ മുകളിൽ ആ കാരമലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ മധുരം കൂടെ വരുന്നുണ്ട്. അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് പുഡിംഗ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല. ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നതിന് വരെ പുഡിങ്ങൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ മുട്ട ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതിന് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ടൊന്ന് കണ്ടു നോക്കുക. കുറച്ച് ഡിലേ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ ഇതിൽ ഇടണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.